നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 25, 2026 ബുധൻ. നാളെ മാർക്കറ്റിന് അവധിയായതിനാൽ തന്നെ സെൻസെക്സിന്റെ ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി ഇന്നായിരിക്കും. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 6% ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5% ഇടിവ് രേഖപ്പെടുത്തി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിലവിൽ വെസ്റ്റ് ഏഷ്യയിൽ കൂട്ടരുടെയും ഭാഗത്ത് നിന്നും പരസ്പരമുള്ള ആക്രമണങ്ങൾ നേരിയ തോതിലാണെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഊർജ്ജ സ്രോതസ്സുകളുടെ മുകളിലുള്ള ആക്രമണം 5 ദിവസത്തേക്ക് നീട്ടിവച്ചതിനെ തുടർന്ന് ഒരു പരിധിവരെയെങ്കിലും എനർജിയുടെ കാര്യത്തിൽ ഗ്ലോബൽ മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഇറാനിലെ ശരിയായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും അഥവാ റൈറ്റ് പീപ്പിളിൽ നിന്നും തങ്ങൾ അണുവായുധം ഉണ്ടാക്കുകയില്ലെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. എന്നാൽ അതേസമയം സൗദി ഹോർമോസ് കടലിടുക്കിനെ ഒഴിവാക്കിക്കൊണ്ട് സമാന്തരമായി ഷാർജയിലെ കോർഫുക്കാൻ വഴി കരമാർഗവും കടൽ മാർഗവും പുതിയ പാത ലോകത്തിലേക്ക് തുറക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തിങ്കളാഴ്ച ട്രംപിന്റെ 5 ദിവസത്തെ ആക്രമണം നിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിനും ശക്തിയാർജിക്കുവാൻ സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 809.56 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5867.15 കോടി രൂപയ്ക്ക് ബൈങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് തുടർന്ന് 23,100, 23,200 എന്നീ ലെവലുകളും ഭേദിച്ചുകൊണ്ട് 23,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിഫ്റ്റിക്ക് ഇന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് ഒരു ഫോൾ നേരിടേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ 22,700, 22,600 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും തുടർന്ന് 22,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഇന്ത്യയിൽ നിന്ന് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ഉച്ചയ്ക്ക് 12:30 യു കെയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. പിന്നീട് ഉച്ചതിരിഞ്ഞ് 2:30 ജർമ്മനിയിൽ നിന്നും മാർച്ച് മാസത്തെ ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ് ഡാറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇന്നലെ എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 1.25%, HDFC ബാങ്ക് ADRന് 1%, ICICI ബാങ്ക് ഇൻഫോസിസ് ADRകൾക്ക് 1.5%, വിപ്രോ ADRന് 2.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ S&P 500ന് 0.5%, നാസ്ഡാക്കിന് 0.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 1% അഥവാ 470 പോയിന്റുകളുടെ നേട്ടത്തിലാണ് നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ 0.9% അഥവാ 206 പോയിന്റുകളുടെ ഉയർച്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ആയതിനാൽ തന്നെ ഇന്ന് ശക്തമായ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 3%, കൊറിയൻ മാർക്കറ്റ് 3%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 6.5%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5.5%-ലേറെയും ഇടിവനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $97.60 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $87.28 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 2.25%-നടുത്ത് അഥവാ $97 ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. $4,570.20 പെർ ഔൺസ് എന്ന നിലയിലേക്ക് സ്വർണത്തിന്റെ വില എത്തിച്ചേരുകയും ചെയ്തു. ഇനി
നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 1.06 എന്ന നിലയിലും മാക്സ് പെയിൻ 23,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറി ആയതിനാൽ ഇന്നു മുതൽ അടുത്ത ആഴ്ചയിലേക്കുള്ള മന്ത്ലി എക്സ്പയറിയിലേക്ക് ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇന്നലെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് നിഫ്റ്റിയുടെ RSI ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. 34.08 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നെങ്കിലും കീ മൂവിംഗ് ആവറേജായ 100-day EMI 200-day EMI ബ്രേക്ക് ചെയ്യുവാനായിട്ട് തൊട്ടടുത്തായിട്ട് എത്തിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 23,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 23,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.75 എന്ന നിലയിലും മാക്സ് പെയിൻ 54,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്കും ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് RSI 31.37 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. അതേസമയം കീ മൂവിംഗ് ആവറേജ് ആയ 50-day EMI ഡൗൺ സൈഡിലേക്ക് 200-day EMIക്ക് തൊട്ടടുത്തേക്കായിട്ടും എത്തിച്ചേരുകയും ഉണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 54,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 52,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 52,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സീഗൽ ഇന്ത്യ ആന്ധ്രാപ്രദേശിൽ നടപ്പിലാക്കുന്നതിനായി പൂർവ ഗ്രീൻ പവറിൽ നിന്ന് 298 കോടി രൂപയുടെ 2 വർക്ക് ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി ശ്രീ അമൻ മേത്തയെ നിയമിക്കുന്നതിന് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അംഗീകാരം ലഭിച്ചു. തോമസ് കുക്ക് ഇന്ത്യ ട്രാവൽ AI പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിനായി അതിരത്ത് ടെക്നോളജിയുമായി ജോയിന്റ് വെഞ്ചർ കരാറിന് ബോർഡ് അംഗീകാരം നൽകി. വാരി എനർജീസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ വാരി ട്രാൻസ്പവറിലെ കമ്പനിയുടെ ഓഹരി പങ്കാളിത്തം 64.04% നിന്ന് 75.10% ഉയർത്തുവാൻ ബോർഡ് അംഗീകാരം നൽകി. NTPC ഗ്രീൻ എനർജി പുനരുപയോഗ ഊർജ്ജ പദ്ധതികളുടെ വികസനത്തിനായി കമ്പനി എൻഎക്സ്ട്രാ ഡാറ്റയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. TVS മോട്ടോർ കമ്പനി 12 രൂപ per ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡന്റ് നൽകുവാനായിട്ടുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. നിറ്റ്കോ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും കീ മാനേജറിയൽ പേഴ്സണൽ സ്ഥാനത്തു നിന്നും ശ്രീ ബികാഷ് ജെയിൻ മാർച്ച് 31 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ രാജിവെച്ചു. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി മുംബൈയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ നിന്ന് 2023-24 വർഷത്തേക്ക് കമ്പനിക്ക് 126.46 കോടി രൂപയുടെ നികുതി ഉത്തരവും ടാക്സ് ഡിമാൻഡും കൂടാതെ 45.55 കോടി രൂപയുടെ പിഴയും ലഭിച്ചു. ബോഷ് ഹോം കംഫർട്ട് ഇന്ത്യ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായി ശ്രീ ഋഷി മേത്തയെ ബോർഡ് നിയമിച്ചു. ICIC പ്രൂഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് 2024-25 വർഷത്തേക്ക് 391 കോടി രൂപയുടെ ആദായ നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് മുംബൈയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ നിന്ന് കമ്പനിക്ക് ഒരു ഉത്തരവ് ലഭിച്ചു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.